നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സിനിമയുടെ പേരാണ് അഞ്ച് വിരലുകൾ അല്ലെങ്കിൽ 5 ഫിംഗേഴ്സ്. നമ്മൾ ഈ കാണുന്ന 5 മധ്യവയസ്കന്മാരാണ് 5 ഫിംഗേഴ്സ് എന്ന പേരിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. അത് പിന്നെ അല്ലെങ്കിലും മലയാള സിനിമയിലെ കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടാൻ പ്രായപരിധി ഒരു വിഷയമേ അല്ല. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവരുടെ പ്രായം ഊഹിക്കാമോ ഗൈസ്? നിനക്ക് എത്ര വയസ്സായി? അപ്പൊ ഇവക്ക് 18 വയസ്സാണെങ്കിൽ ഇവളുടെ കൂടെയുള്ള ഈ 4 വെടലകൾക്കും 18 വയസ്സാണെന്ന് നമ്മൾ ഊഹിക്കണം ഗൈസ്. നമ്മൾ ഊഹിച്ചാൽ മാത്രം പോലെ നമ്മൾ വിശ്വസിക്കണം. അതെ ഗൈസ്, ഈ മാമന്മാരെല്ലാം കോളേജ് സ്റ്റുഡൻസ് ആണ്, നമ്മൾ വിശ്വസിക്കുക. ഈ പ്രായത്തിലൊക്കെ നമ്മൾ പഠിച്ച കോളേജിന്റെ പരിസരത്ത് നമ്മൾ എന്ത് ചെയ്യുകയായിരിക്കും? വല്ല പൂർവ്വകാല സംഗമത്തിൽ സംഗമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഞങ്ങളുടെ പ്രായത്തില് മറ്റുള്ളവർ എങ്ങനായിരുന്നു എനിക്കറിയില്ല. ഈ 5 ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഗ്യാങ്ങിലെ ഏക സ്ത്രീ കഥാപാത്രമാണ് ഈ പറയുന്ന കാർത്തിക അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം, മീര എന്ന കഥാപാത്രം. ഈ മീര എന്ന കഥാപാത്രം മരണത്തോട് മല്ലടിച്ചുകൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴുള്ള ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ തുടക്കം. വെരി ക്രിട്ടിക്കൽ സ്റ്റേജ്. ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരുപാട് ഡോക്ടർമാർ കൂടി ചേർന്നിരുന്ന് നടത്തുന്നൊരു മീറ്റിംഗ് ആണിത്. ഈ ചീഫ് മെഡിക്കൽ ഓഫീസർ ഇതിരുന്ന് കേട്ടിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്തായിരിക്കും, അദ്ദേഹം എന്തെങ്കിലും സെൻസിബിളായിട്ട് സംസാരിക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, പുറത്ത് ഒരുപാട് കുട്ടികൾ കൂടി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയും ജീവിപ്പിച്ചേ പറ്റുള്ളൂ. നോക്ക്, ഒരു ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ ആശുപത്രി മുറ്റത്ത് ഊണുറക്കമില്ല നിൽക്കുക. അതിന് ഒരുപാട് പേര് വന്ന് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്നാലും ഒരാൾക്ക് മരിക്കാൻ പറ്റില്ലേ? കൂടിയിരിക്കുന്ന ഡോക്ടർമാർ മര്യാദയ്ക്ക് ഇയാളോട് പറഞ്ഞതാണ് ആ കുട്ടി അത്യാസന്ന നിലയിലാണ്, ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്ന്. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇയാൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കുറച്ച് പിള്ളേർ വന്ന് കൂടി നിൽക്കുന്നത് കൊണ്ട് അവരോട് എക്സ്ക്യൂസ് പറയാൻ വയ്യാത്തതുകൊണ്ട് ഈ കുട്ടിയെ മരിക്കാൻ വിടില്ല പോലും. ഇതൊക്കെ ഏത് യൂണിവേഴ്സാണോ? അവരുടെ മനസ്സിൽ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ആ പെൺകുട്ടിയുടെ ജീവൻ. നമ്മൾ കണ്ടെത്തുന്നൊരു എക്സ്ക്യൂസും അതിന് പകരമാവില്ല. ഇത് എക്സ്ക്യൂസ് പറയുന്നതല്ല, അവർ കാര്യമാണ് പറയുന്നത്. അവൾ ചാവാറായി, താൻ വിട്ടില്ലെങ്കിൽ അവൾ ചാവും. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ സംജാതമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ ആയിട്ടുള്ള സുധീഷ് അണ്ണന് പേ ഇളകും ഗൈസ്. അങ്ങനെ ഒടുവിൽ സിനിമ ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കുകയാണ് ഗൈസ്. ആദ്യമായിട്ട് നമ്മുടെ 5 ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഗ്യാങ്ങിന് ആദ്യമായിട്ട് കിട്ടിയ കാറ്ററിംഗ് വർക്കിൽ പപ്പടം വിളമ്പുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പപ്പടം 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 കിട്ടിയോ? പപ്പടം പപ്പടം പപ്പടം. പിന്നെ ഇതിനേക്കാൾ നല്ല ആദായമാ പപ്പടത്തിന്റെ പണി. ഇനി എന്റെ പെണ്ണ് അവരെ കൊണ്ട് ഒരു ശല്യം വരില്ല. അതെ ഗൈസ്, നമ്മുടെ റിയാസ് അണ്ണനാണ് നമ്മുടെ കഥയിലെ പ്രധാന വില്ലൻ. ഇതിൽ കൂടെ നമുക്ക് ആഘോഷിക്കാൻ എന്ത് വേണം ഗൈസ്? നമ്മുടെ റിസ് അണ്ണനാണ് ഈ 5 ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഈ മീര എന്ന് പറയുന്ന പെണ്ണിനെ കെട്ടാൻ നടക്കുന്നത്. അതെ ഗൈസ്, നമ്മുടെ റിസ് അണ്ണനാണ് ഈ സിനിമയിലെ പ്രധാന വില്ലൻ. സ്വാഭാവികം. നമ്മുടെ റിസ് അണ്ണൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഈ പെണ്ണിൻ്റെ റിസ് അണ്ണനെ കാണുന്നത് ഇഷ്ടമേ അല്ല. പക്ഷേ റിസ് അണ്ണൻ വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരാഴ്ച മുന്നേ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഞാൻ നിന്നെ വന്ന് കാണുമെന്ന് അറിയിച്ചിട്ട്, അഥവാ പറയാൻ വൈകിപ്പോയാലും എൻ്റെ അച്ഛനോടൊക്കെ പറഞ്ഞു വിടും, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഞാൻ കാണാൻ വരുമെന്ന്. എന്നാലേ ആ പെണ്ണിന് കറക്റ്റ് അവിടെ സ്കൂട്ടാവാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ റിസ് അണ്ണൻ നിങ്ങൾ. അവൻ നാളെ ഇങ്ങെത്തും. നാളെ നിന്റെ പപ്പ കോയമ്പത്തൂരിന് പോകും. രാത്രി ഞാനിങ്ങ് വരും. അത് മറന്നു. അവൻ ചിലപ്പോ നാളെ വരുന്ന വഴിക്ക് കോളേജിൽ ഇറങ്ങും നിന്നെ കാണാൻ. നല്ല രസമുണ്ടായി. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു തവണയെങ്കിലും കാണാൻ പറ്റിയോ? ഞാൻ രാവിലെ ഒരു 11 കഴിഞ്ഞപ്പോ ക്യാമ്പസിൽ വന്നു. മീരെ കണ്ടില്ല. റിസന്നെ നിങ്ങൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? വരുന്ന സമയവും കാലവും തീയതിയും എല്ലാം നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത പോലെ 1 മാസം മുന്നേ അറിയിച്ചിട്ട് കാണാൻ വന്നപ്പോൾ അവിടെ കണ്ടില്ല പോലും. പിന്നല്ലാണ്ട് കാര്യമെല്ലാ സിനിമയിലും കൊടൂര വില്ലനൊക്കെ തന്നെയാണെങ്കിലും തെറ്റായിട്ട് പറയാൻ റിസ് അണ്ണനെ കഴിഞ്ഞ മറ്റാൾ കൺവിൻസിങ് സ്റ്റാർ പോലെ തന്നെ അപ്പോളജൈസിങ് സ്റ്റാറായി മാറിയിരിക്കുകയാണ് നമ്മുടെ റിസ് അണ്ണൻ. തെറ്റെന്റെ ഭാഗത്താ. ഈ സിനിമയിലും അണ്ണൻ തെറ്റായിട്ട് പറയുന്നുണ്ട്. ഇറ്റ്സ് മൈ ഫോൾട്ട്. എന്റെ തെറ്റാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഈ സിനിമയിൽ മറ്റൊരു വില്ലൻ കൂടിയുണ്ട് ഗായ്സ്, അതാണ് നമ്മുടെ അമിട്ട്.
ഞാൻ പറയാം, അമിത ചെയ്ത്. ഈ അമിത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അമിത് ഷാ ആണെന്ന്. സോറി ഗായ്സ്, ഇത് അമിത് ഷാ അല്ല, ഇത് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് ഗായ്സ്. ഒന്നാമത് കേട്ടാൽ തന്നെ ക്രിഞ്ച് കൊണ്ട് തൊലി പൊളിഞ്ഞു പോകുന്ന തരത്തിലുള്ള പേരുകളാണ് ഇവനൊക്കെ ഗ്യാങ്ങിന് വേണ്ടി ഇടുന്നത്. ഈ 5 ഫിംഗേഴ്സ്, റിയൽ ഫൈറ്റേഴ്സ്, സ്മാർട്ട് ബോയ്സ് പോലുള്ളത്. എന്നാൽ അതിൽ പ്രധാന വില്ലനായിട്ടുള്ള ബിനീഷ് കോടിയേരി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരാവശ്യവുമില്ലാതെ ഒരു ടാഗ് ലൈനൊക്കെ കുത്തിക്കയറ്റി ഇതിനെ ഇങ്ങനെ ഓരോ സീനിലും പൊലിപ്പിച്ച് കാണിക്കുകയാണ് ഗൈസ്. ഇത് കൂടി നമ്മൾ സഹിക്കണം. 5 fingers, heartbeats of Kerala. 5 fingers, heartbeats of Kerala. കേട്ടിട്ട് തന്നെ ബോറടിക്കുന്നു. അണ്ണാ, സത്യത്തിൽ നിങ്ങൾ ഇവരെ പുച്ഛിച്ച് സംസാരിക്കുകയാണോ അതോ ഇവർക്കുള്ള പെയ്ഡ് പ്രൊമോഷനാണോ ഇത്? ഇത്ര ഇവരെ പൊക്കി സംസാരിച്ചെങ്കിൽ അണ്ണൻ തവള വെള്ളത്തിലിട്ട് മുക്കി പിഴിഞ്ഞെടുക്കുകയാണ് ഈ 5 ഫിംഗേഴ്സ്. അങ്ങനെ ഈ മാസ് ഫൈറ്റിന് ശേഷം മാസ് ഗാനത്തിന്റെ വരവാണ്. എന്താണ് ഇത് മാക്കാച്ചി പോക്കാച്ചി എന്നൊക്കെ. ഈ സിനിമയുടെ സംവിധായകൻ നമ്മുടെ ഗാനരചയിതാവിനോട് പറയുകയാണ്, മാസ് ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മാസ് ഗാനം വേണം. ഇത് കേട്ട ഗാനരചയിതാവ്, അത്തല പിത്തല തവളാച്ചി മറിയം വന്ന് വിളക്കൂതി. നോക്ക്, 5 ഫിംഗേഴ്സ്. ഇതിലൊന്നിന് വേദനിച്ചാൽ എല്ലാവർക്കും വേദനിക്കും അല്ലെ? കണ്ടില്ല സാറേ അവൻ്റെ ഒരു സ്പിരിറ്റ്. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. അതിനുശേഷം സിനിമ എങ്ങോട്ടോ പോവുകയാണ്. ഒരു കാര്യവുമില്ലാതെ ഈ 4 എണ്ണം കോട്ടിട്ട് കടൽ തീരത്ത് വന്നു നിന്ന് ആ 5ാമതുള്ള ആ പെൺകുട്ടിയെ പുകഴ്ത്തി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. പാതിരാത്രി 10 മണിയായി. അപ്പോഴാണ് അവൻ്റെ കൺമണി. ഇപ്പൊ പാതിരാത്രി 10 മണി, വീട്ടിൽ പോണേ. ഇവന്മാർ വീട്ടിൽ പോയില്ല ഗൈസ്. മാത്രമല്ല നമ്മുടെ ചാക്കോച്ചൻ്റെ തല മാത്രം വെട്ടി ഒരു സൈഡിൽ വെച്ചിട്ട് ഇവന്മാർ ഡാൻസ് കളിക്കുകയാണ്. അണ്ണം കിടന്ന് പിടയ്ക്കുന്ന കണ്ടില്ലേ ഗൈസ്. ഈ സിനിമയിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ സുധീഷ് അണ്ണൻ എക്സ്പ്രഷൻസ് ഇട്ട് മെഴുകുന്നത് കാണാം. കാരണം സുധീഷ് അണ്ണൻ ആ പെണ്ണിനോട് താല്പര്യമുണ്ട്. പക്ഷെ നമ്മുടെ ചാക്കോച്ചൻ ആ പെണ്ണുമായിട്ട് മുങ്ങിക്കളയും ഗൈസ്. പെരും കള്ളനും പെരും കള്ളിയും. നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ സുധീഷനെ? എങ്ങനെ ഇത് സഹിക്കുന്നു? എന്റെ പൊന്നോ വേണ്ട, പറഞ്ഞത് തിരിച്ചെടുത്തു. 2 എണ്ണം കൂടെ ഞങ്ങളെ കൊരങ്ങളിപ്പിക്കായിരുന്നു അല്ലേ? ചെമ്മീനിലെ സത്യന് ശീലമാകണമെന്നായിരുന്നു എന്റെ മോഹം. എല്ലാവരും കൂടി എന്നെ പരീക്കുട്ടിയാക്കി കളഞ്ഞിട്ടാ. ലാസ്റ്റ് ഇവരുടെ കല്യാണം കഴിഞ്ഞ് നാട്ടിൽ നിക്കിക്കള്ളി ഇല്ലാതെ വരുമ്പോൾ റിസണ്ണനെ പേടിച്ച് ഇവരെ ഒളിച്ചോടുകയാണ്. ഇവരെ സഹായിക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ സിദ്ദിഖണ്ണൻ. സിദ്ദിഖണ്ണൻ ഇവരെ സഹായിച്ചതിന് പ്രതിഫലമായിട്ട് കാശൊന്നും വാങ്ങുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ജീവിതകഥ വിവരിക്കാൻ തുടങ്ങി. പക്ഷെ ഇവരത് തന്ത്രപൂർവ്വം മുളയിലെ മുള്ളുന്നുണ്ട്. ഒരു കാര്യത്തിന് മാത്രം ചന്ദ്രപ്പൻ ടിപ്പ് വാങ്ങുകയല്ല. ഇതുപോലൊരു മരണപ്പാച്ചിൽ പണ്ട് ചന്ദ്രപ്പനും പറഞ്ഞതാ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഇവർ ഇത്തരം പ്രശ്നത്തിലേക്ക് നിൽക്കുകയാണെങ്കിലും പാട്ടിനും ഡാൻസിനും ഒരു കുറവുമില്ല. എവിടെ പോയി അതെവിടെയുള്ളത്? അതാ അവിടെയുണ്ട് ഡോറ. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? അങ്ങനെ ഇവർ കറക്റ്റ് റിസണ്ണന്റെ വായ തന്നെ ചെന്ന് ചാടിക്കൊടുക്കുകയാണ് ഗായ്സ്. അങ്ങനെ റിസണ്ണൻ ഈ 5 എണ്ണത്തെ ഒരുമിച്ച് തൂക്കുകയാണ്. പക്ഷേ അവിടെ തന്നെ ഒരു ലോറി വന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എടുത്തിട്ട് പോയപ്പോൾ ഈ 5 എണ്ണത്തെ ഒറ്റയടിക്ക് കാണാതാവുകയാണ് ഗായ്സ്. ഇവിടെ സംഭവിച്ച ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ലോറി ഓടിച്ചിരുന്നത് നമ്മുടെ സിദ്ദിഖണ്ണനായിരുന്നു. സിദ്ദിഖണ്ണൻ നേരത്തെ തന്റെ പ്രണയ കഥ പറയാൻ തുടങ്ങിയപ്പോൾ ഇവരെ അനുവദിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ ഇവർക്ക് വേറെ നിവൃത്തിയുമില്ല. പുറകില് റിസണ്ണൻ, സൈഡിൽ സിദ്ദിഖിക്കയുടെ കഥ. ഇതിനേക്കാൾ നല്ലത് റിസണ്ണൻ്റെ കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് വെടിപൊട്ടി ചാവുന്നതായിരുന്നു. പക്ഷെ അവസാനം റിസണ്ണൻ്റെ കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് വെടിപൊട്ടി ചത്തത് നമ്മുടെ സിദ്ദിഖണ്ണനായിരുന്നു. അവസാനം ഇവർ ഒരു നിവൃത്തിയുമില്ലാതെ റിസണ്ണൻ്റെ മുന്നിൽ വന്ന് തലവഴിയെ മണ്ണെണ്ണയൊക്കെ കോരി ഒഴിച്ചിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കി നിൽക്കുകയാണ്. ആ സമയത്ത് റിസണ്ണൻ്റെ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്. തലവഴിയെ മണ്ണെണ്ണ ഒഴിച്ച് നിൽക്കുന്ന തൻ്റെ 1 സൈഡ് ഗേൾ ഫ്രണ്ടിനെ നോക്കി അണ്ണൻ പറയും, നല്ല മണം. ചിലപ്പോ ദേഷ്യപ്പെടുമ്പോ നിന്റെ വേർപ്പിന് മണമാ. എന്താണ് റിസണ്ണ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴുള്ള മണ്ണെണ്ണ ഉൽപ്പാദിപ്പിക്കുമോ? എന്തായാലും റിസണ്ണ ഇവരുടെ കൊണയോടിയൊന്നും കേട്ട് നിൽക്കില്ല. റിസണ്ണൻ ആ തോക്കെടുത്ത് ഒറ്റ പൊട്ടിക്കല. അങ്ങനെയാണ് ഗായ്സ് ഈ പെണ്ണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന പോലെ കോമ സ്റ്റേജിലെത്തിയത്. പക്ഷേ ഇതൊക്കെ കണ്ടു നിന്ന സുധീഷ് അണ്ണന് വീണ്ടും പേളകും.
ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കണത്? പക്ഷെ റിസണ്ണന്റെ കളികൾ അവിടെ അവസാനിക്കുന്നില്ല. റിസണ്ണൻ ഐസിയുവിനുള്ളിൽ വലിഞ്ഞു കയറി ഓക്സിജൻ കിട്ടാനായിട്ട് പെണ്ണിന്റെ മുഖത്ത് വെച്ചിരുന്ന സൊന വലിച്ചൂരിയതിനു ശേഷം ചാക്കോച്ചനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു പാട്ട് പാടിയില്ലെങ്കിൽ ഈ സൊന തിരിച്ചു വെക്കില്ല എന്നാണ് റിസണ്ണന്റെ അഭിപ്രായം. അതായത് വെടി പൊട്ടിയിട്ടും ചാവാത്ത ഈ പെണ്ണിനെ ചാക്കോച്ചന്റെ പാട്ട് കേൾപ്പിച്ച് കൊല്ലാനുള്ള സൈക്കോളജിക്കൽ മൂവ്. Sweet like phantom, phantom. If I tell you I love you, not a from me, youngum. Oh, youngum. Not me, no, 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 no. Oh, 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 oh. പാവം രക്ഷപ്പെട്ടല്ലോ. അതെ, ഇവൻ മാത്രമല്ല നീയും രക്ഷപ്പെട്ടു. അതെ ഗായ്സ്, അവള് മാത്രമല്ല നമ്മളെ രക്ഷപ്പെട്ടു. കാരണം ഈ പടം കഴിഞ്ഞു. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉറങ്ങിക്കോ.